ഹലോ, അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറി കേട്ടോ. അതെന്താ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് അതിലേക്ക് കുറച്ച് ഉലുവട്ട് ഉലുവട്ട ശേഷം ഒന്ന് മൂത്ത ശേഷം ആയിരിക്കും വലിയ ഉള്ളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്കിട്ട് എന്നിട്ട് എന്തൊക്കെ വിശേഷങ്ങൾ. എല്ലാവർക്കും സുഖമല്ലേ? ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോസ് ഫുള്ളായി കാണാൻ നോക്കുക, സ്ലിപ്പ് ചെയ്യാതെ കാണുക, മറക്കാതെ കാണുക. അതിനുശേഷം അതിലേക്ക് ലേശ ഉപ്പിട്ട്, അത്യാവശ്യത്തിൽ ഉപ്പിട്ട് ആ ഉള്ളി നിന്ന് വാടി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് എന്നാൽ ഫസ്റ്റ് തന്നെ ഉപ്പിട്ടാണ്. അതിനുശേഷം കുറച്ചും പാടെ എണ്ണയുടെ കമ്മിയുണ്ട്, അപ്പോൾ കുറച്ചുകൂടി ഓയിൽ ആയിട്ട് ഒഴിച്ചു. എന്തൊക്കെ വിശേഷങ്ങൾ, നാട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? എല്ലാവർക്കും സുഖമല്ലേ? നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ? ഇവിടെ എന്തായാലും ഞാനൊക്കെ ഒന്ന് ചാറിക്കൊണ്ടില്ല തോന്നില്ല. ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി അതിൻ്റെ കളഞ്ഞ് വെക്കിട്ട് അതിന് ശേഷം കുറച്ച് കറിവേപ്പില മല്ലിച്ചപ്പിട്ട് ഫാനിൻ്റെ ഒച്ചയൊക്കെ ഉണ്ടാവില്ലേ? ഫാൻ പറയാം, ഭയങ്കര ചൂടാണ്. അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞത് പേസ്റ്റിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി അങ്ങനെ എല്ലാതും ഉണ്ട് കേട്ടോ. അങ്ങനെ ശേഷം പച്ചമുളക് അയക്കുന്ന ഇട്ടാണ്. പച്ചമുളക് ചതച്ചിട്ടില്ല, പച്ചമുളക് കീറിയിട്ടാണ്. അങ്ങനെ പച്ചമുളക് കീറിയിട്ട് എന്നിട്ട് എന്തൊക്കെ നിങ്ങളുടെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയും. അതിന് ശേഷം തക്കാളി ഇട്ട് നിങ്ങളൊക്കെ ചിക്കൻ കറിയൊക്കെ ചിക്കൻ കറി വെക്കുമ്പോൾ തേങ്ങാപ്പാൽ വരൂലേ? തേങ്ങാപ്പാൽ പറഞ്ഞിട്ട് ഒരു ദിവസം ഉണ്ടാക്കിയിട്ട് നോക്കിയേക്കാം, എങ്ങനെയുണ്ട് നോക്കാമല്ലോ. സൂപ്പറാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഉണ്ടാക്കി നോക്കാം അല്ലേ? അങ്ങനെ തന്നെ അല്ലേ ചിക്കൻ കറി ഓരോ മോഡൽ ഓരോ ദിവസങ്ങൾ ഉണ്ടാക്കിയിട്ട് പരീക്ഷിച്ച് നോക്കണം. അതിന് ശേഷം ഇതായിരിക്കുന്നത് മസാലയിൽ ഇടുകയാണ്. മല്ലിപ്പൊടി മല്ലിപ്പൊടി നിങ്ങൾക്ക് അത്യാവശ്യത്തിന് ഇട്ടുള്ളതുകൊണ്ട് അതിന് ശേഷം ഞങ്ങൾക്കുള്ള മല്ലിപ്പൊടി ഞങ്ങൾ ഇടുകയാണ്. മല്ലിപ്പൊടി, മുളക് പൊടി എരിവിനനുസരിച്ച്, പച്ചമുളക് എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ഇട്ടുകൊണ്ട്. മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾ ഇട്ടുള്ളതുകൊണ്ട്. ചിക്കൻ മസാല എന്നിട്ട് ഒന്നൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് നമ്മൾ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചല്ലേ, അതായി കട്ടർക്ക്. വെള്ളം വേണ്ടവർക്ക് വെള്ളം പാരുക, അല്ലാത്തവർക്ക് വെള്ളം വേണ്ട. കറി വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം, പറ്റുന്നവർക്ക് അങ്ങനെ ഉണ്ടാക്കുക. കടായി ഉണ്ടാക്കുന്നവർ കടായി ഉണ്ടാക്കി, ഈ കടായി ഉണ്ടാക്കുക അങ്ങനെ എല്ലാവരും വെള്ളം ഇല്ലാതെല്ലാം ഉണ്ടാക്കുക. അങ്ങനെ കടായി അതിനകത്ത് നമുക്കതാ ചിക്കൻ വറുക്കാനുള്ളത് കേട്ടോ. എനിക്കതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അങ്ങനെ അതിൻ്റെ നേര്, സുർക്ക, വിനാഗിരി, അങ്ങനെ എല്ലാം പാടെ ഇതാക്കി മിക്സ് ചെയ്ത് അങ്ങനെ ചിക്കനൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഇങ്ങനെ 10-15 മിനിറ്റ് അങ്ങനെ വെച്ചാലുണ്ടല്ലോ കുറച്ച് അങ്ങനെ രസമാക്കാൻ. അതിന് ശേഷം കറി റെഡി ആയിക്കോട്ടോ. ചിക്കൻ കറി റെഡി.
ഞാൻ എന്നെ എങ്ങനെ ഉണ്ട് നോക്കാമല്ലോ. അതിന് കുഴപ്പമുണ്ടല്ലോ, നല്ല സൂപ്പർ. അതിന് ശേഷം ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടാകും. ചിക്കൻ എന്താ പൊരിക്കണം, എന്താ ചിക്കൻ്റെ അകത്ത് ഇടുന്ന കാട്ടാനെന്ന് പറയരുത്. അങ്ങനെ ചിക്കൻ വറുത്തത് അങ്ങനെ എന്താ ഇനി അടുത്തത് നമ്മൾ തേങ്ങ കൊത്തിട്ടിട്ട് ചിക്കൻ ഉണ്ടാക്കാൻ വെച്ചിട്ടാ. അങ്ങനെ പോലെ തേങ്ങ കൊത്ത് ഇട്ട് നിങ്ങളിത് എന്തത്. അപ്പോൾ നമ്മൾ ആദ്യം പൊരിച്ച ചിക്കൻ്റെ എന്താണ് അങ്ങനെ ഒന്ന് വിചാരിക്കല്ലേ. അതിൻ്റെ അടുക്കളക്ക് ഇനി യൂട്യൂബിൽ നിന്ന് ഫേസ് ചെയ്തിട്ട് വേണം ഒന്ന് പെയിൻ്റൊക്കെ അടിച്ച് നല്ല വൃത്തിയായി ഒന്നുണ്ടാവില്ല. നിങ്ങൾ ആരും കാണാത്തതുകൊണ്ട് ഫേസ് സബ്സ്ക്രൈബ് കൊടുക്കണമെങ്കിൽ അല്ല, ബാക്കിയുള്ളൊന്ന് കൂട്ടണമെങ്കിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. എന്നാലേ ഉള്ളൂ നമ്മൾ വിജയിച്ചത് അല്ലേ. അതാ ഏകദേശം തേങ്ങ കൊത്തിട്ടിട്ടാണ്. തേങ്ങ കൊത്തിട്ടിട്ടാണ് ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ചിക്കൻ വറുക്കുന്നത്. എങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് ചെയ്ത് നോക്കിയതാണ്. തേങ്ങാക്കൊത്ത് കുറച്ച് വലിപ്പം അധികം കഴിക്കണില്ലേ. ഞാൻ എന്തായിരുന്നറിയാം, ചെറിയ ചെറിയ കുഞ്ഞുണ്ണി കഷ്ണാക്കാനൊക്കെ അതിൻ്റെ ഓർമ്മ ഉണ്ടായില്ല. ഒന്നാമത് അത് അങ്ങനെതാ ചിക്കൻ മറിച്ചിടുന്നു. അങ്ങനെ ഇങ്ങനെ എഴുന്നിട്ടാലും മതി. അതിൽ ചിലവിൽ വേണമെങ്കിൽ നമ്മൾ എന്താ ചിരവാണ്ട് ചിരകിയിട്ട് അതും ഇടാം. എങ്ങനെ ഇഷ്ടമെങ്കിൽ അങ്ങനെ ഇട്ടുകൊണ്ടാ. ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. എന്നിട്ട് കമൻറ്റിൽ എഴുതുക. വീഡിയോസ് ഫുള്ളായി സെലക്ട് ചെയ്യാതെ കാണാൻ മറക്കരുത്. പിന്നെന്താ, അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.